സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തൽത്താവൽഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹരി. ഇന്ന് ദശകം 99. ഇത് വേദമന്ത്രങ്ങളെ വളരെ സരളമായ ഭാഷയിൽ, സാധാരണക്കാർക്ക് സരളമായിരിക്കില്ല, പക്ഷേ സംസ്കൃതത്തിൻ്റെ വിദ്വാൻമാർക്ക് വളരെ സരളമായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ഈ വേദസ്തുതി എന്നുള്ള ആ ദശകത്തിൽ നമുക്ക് മേൽപ്പത്തൂർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഋഗ്വേദത്തിലെ മന്ത്രത്തിനെയാണ്. ഒന്നാമത്തെ ശ്ലോകത്തിൽ നമുക്ക് മേൽപ്പത്തൂർ വളരെയധികം ചുരുക്കിയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. വിഷ്ണോർവീര്യാണി കോ വാ കഥയതു ധരണേ കശ്ചരേണൂന്മിമീദേ യസ്യൈവാംഘ്രിത്രയേണ ത്രിജഗദഭിമിതം മോദദേ പൂർണ്ണസമ്പദ് യോസോ വിശ്വാനി ധത്തെ പ്രിയമിഹ പരമം ധാമ തസ്യാഭിയായാം ത്വദ്ഭക്തായത്ര മാദ്യന്ത അമൃതരസമരസ്യന്ത യത്ര പ്രവാഹ വിഷ്ണോർവീര്യാണി ക വാ കഥയതു അഥവാ കോ വധയതു. വിഷ്ണുവിൻ്റെ പ്രഭാവങ്ങളെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ പ്രവൃത്തിയെ, പ്രഭാവത്തിനെ, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ലീലകളെ, അതിൻ്റെ അതിശയപ്പെട്ടതാണത് അല്ലേ. ആ പ്രഭാവങ്ങളൊക്കെ അത്യന്തം അതിശയപൂർണമാണ്. അതിനെ ആർക്കാണ് വിവരിക്കാൻ പറ്റുക എന്നാണ് മേൽപ്പത്തൂർ ചോദിക്കുന്നത്. കാരണം മേൽപ്പത്തൂരല്ല ആക്ച്വലി ഇത് പറഞ്ഞാൽ ആ വേദത്തിൻ്റെ മന്ത്രത്തിലുള്ള, കാരണം അതിനെ ആർക്കാണ് വിവരിച്ച് പറയാൻ സാധിക്കുക? ഭഗവാന്റെ കർമ്മങ്ങളില്ലേ, ഭഗവാന്റെ ലീലകളാണ്. അതോ അല്ല ഭഗവാന്റെ പ്രഭാവം? ഭഗവാൻ എല്ലാറ്റിലും വസിച്ചിട്ടും ഭഗവാൻ ഒന്നിലും വസിക്കണില്ല, ഒന്നുമായിട്ട് ലിപ്തമല്ല. അതൊരു പ്രത്യേകതയാണ് അല്ലേ. അപ്പം അതൊന്നും ആർക്കും സാധിക്കണമല്ല, അതിനെ വർണ്ണിക്കാനും ആർക്കും സാധിക്കണതല്ല. അത് എങ്ങനെയാണ്? ധരണേ രേണൂൻക ച മിമീതേ. ആർക്കാണ് ഭൂമിയിലത്തെ ആ മണ്ണിൻ്റെ തരികളെ അല്ലെങ്കിൽ ആ പൊടിയുടെ കണങ്ങളെ ആർക്കാണ് എണ്ണി കണക്കാക്കാൻ പറ്റുക? ആർക്കും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതുമാതിരി സൂര്യൻ്റെ ആ രശ്മികളെ ആർക്കെങ്കിലും എണ്ണി കണക്കാക്കാൻ പറ്റുമോ? എത്ര രശ്മിയാണ് അന്ന് സൂര്യനിൽ വന്ന? ആർക്കും പറ്റില്ല. അതുമാതിരി കടലിൽ എത്ര ജലബിന്ദുക്കളുണ്ട്? ഇത് ശ്ലോകത്തിലില്ല, പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇതിനെയൊന്നും ആർക്കും കണക്കാക്കാനോ എണ്ണാനോ പറ്റില്ല. ആർക്കും ഭൂമിയിലത്തെ ആ ഭൂമിയുടെ കണങ്ങളെ അല്ലെങ്കിൽ ആ പൊടിയുടെ കണങ്ങളെ എണ്ണി കണക്കാക്കാൻ പറ്റില്ല. പരമാണുക്കളെ എണ്ണി കണക്കാൻ പറ്റില്ല. അതേമാതിരിയാണ് അത്രയും അത് ഒരു പക്ഷേ പറ്റിയെന്ന് ഇരിക്കാം, പക്ഷേ ബ്രഹ്മാവിനൊക്കെ സാധിക്കുമായിരിക്കാം. പക്ഷേ എന്നാലും ബ്രഹ്മാവിന് വരെ ഭഗവാന്റെ പ്രഭാവത്തിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. യസ്യ അംഘ്രിത്രയേണ ഏവ ത്രിജഗത് അഭിമിതം പൂർണ്ണ സമ്പത് മോദതേ. ഏതൊരു വിഷ്ണുവിൻ്റെ അംഘ്രികൾ അഥവാ 3 അടിയുണ്ട്. അംഘ്രിത്രയേണ 3 അടി കൊണ്ട് വാമനാവതാരത്തിൽ അല്ലേ ഭഗവാൻ ഈ 3 ലോകങ്ങളെയും തൻ്റെ ആ കുഞ്ഞടി കൊണ്ട് അതിനെ അളന്നു. ആ പ്രഭാവം ആർക്ക് സാധിക്കും? അപ്പം അങ്ങനെ 3 ലോകങ്ങളെയും ഭഗവാൻ അളന്നെടുത്തു. അതാ തത് പൂർണ്ണ സമ്പത്ത് മോദത. അത് നിമിത്തം ഈ 3 ലോകവും സമ്പത്ത് നിറഞ്ഞതായിട്ട് സന്തോഷിക്കണം, അഥവാ ആനന്ദിക്കണം. ഈ 3 ലോകങ്ങളിലും ഐശ്വര്യപൂർണമാവാൻ എന്താണ് കാരണം? ഭഗവാന്റെ പാദങ്ങൾ അതുമ്മിൽ പതിഞ്ഞു. 3 ലോകങ്ങളിലും ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞു. അഥവാ ഭഗവാന്റെ പാദങ്ങളെ ആരാണ് സേവ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലക്ഷ്മി ദേവി. അപ്പം ആ ലക്ഷ്മി ദേവിയുടെ കരാംബുജങ്ങളാൽ സേവ ചെയ്യപ്പെടുന്ന ആ ഭഗവാന്റെ പാദരേണുക്കള് ആ ലോകങ്ങളെ എല്ലാം അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം കാരണം ആ 3 ലോകങ്ങളും ഐശ്വര്യപൂർണമായി അവിടെ വസിക്കുന്ന അവിടുത്തെ നിവാസികളെ അവരെല്ലാവരും സന്തോഷവാന്മാരും ആയി വസിക്കുന്നു. അസോ വിശ്വാനിതത്തെ. ഏതൊരു മഹാവിഷ്ണു ലോകങ്ങളെ ധരിക്കുന്നു. ലോകങ്ങളെ ധരിക്കുന്നു പറഞ്ഞാൽ ഭഗവാനിൽ തന്നെയാണല്ലോ ഈ ലോകം അല്ലേ. ഭഗവാൻ തന്നെയാണ് ഈ ലോകത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടങ്ങളിലെ ബ്രഹ്മാണ്ടം.
ആ കുഞ്ഞുവായ യശോദ തുറപ്പിച്ചു ഭഗവാന്റെ അല്ലേ. അപ്പൊ യശോദയ്ക്ക് എന്തേ അവിടെ കാണാൻ കിട്ടിയത്? അനേകം അനേകം ബ്രഹ്മാണ്ടങ്ങൾ, ഒന്നോ രണ്ടോ അല്ല, അനേകം 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 ബ്രഹ്മാണ്ടങ്ങളെയാണ് അവിടെ കാണാൻ സാധിച്ചത്. അപ്പൊ ഇതിനൊക്കെ ധരിക്കുന്നത് ആരാണ്? ഈ മഹാവിഷ്ണു ആണ്. അപ്പൊ അങ്ങനത്തെ ആ മഹാവിഷ്ണു ലോകങ്ങളെ മുഴുവൻ ധരിക്കുന്നു. പക്ഷേ ഇഹ പ്രിയം പരമം തസ്യധാമ, ഇവിടെയുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതേമാതിരി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും മേൽപ്പത്തൂര് പറയണു എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അത്യന്തം പരമപ്രിയവും തസ്യധാമ, അത്യന്തം ഉത്കൃഷ്ടവുമായിട്ടുള്ള ആ വിഷ്ണുവിൻ്റെ വാസസ്ഥാനം അല്ലെങ്കിൽ വിഷ്ണു പദം എന്താണ്? വൈകുണ്ഠമാണ്. ആ വൈകുണ്ഠത്തിലേക്ക് ഭഗവാനെ ഞാൻ എത്തിച്ചേരണമേ എന്നാണ് മേൽപ്പത്തൂർ പറയണത്. അഭിയായാം, എന്നെ അങ്ങോട്ട് സ്വീകരിക്കണമേ, എനിക്ക് ആ ലോകത്തെത്താനുള്ള ആ അനുവാദം തരണമേ. ത്വദ്ഭക്ത എത്ര മാദ്യന്തി എത്ര അമൃതരസമരസ്യന്ത പ്രവാഹ. അവിടെ എന്താണ്? അവിടെ പരമാനന്ദമാണ് അവിടെ ഒഴുകിയും കൊണ്ട് നടക്കണം. പരമാനന്ദമാകുന്ന അമൃതരസമാണ് അവിടെ ഇങ്ങനെ പ്രവഹിച്ചും കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ എല്ലാം പരമാനന്ദമാണ്. ഭഗവാൻ തന്നെ പരമാനന്ദ സ്വരൂപനാണ്. അപ്പൊ വൈകുണ്ഠവും ഭഗവാനും വേറെ വേറെയല്ല, പരമാനന്ദം തന്നെയാണ് വൈകുണ്ഠം, ഭഗവാനും പരമാനന്ദം തന്നെയാണ്. ആ വൈകുണ്ഠത്തിലേക്ക് എന്നെയും എത്തിക്കണേ. അപ്പൊ സർവവ്യാപിയായ ഭഗവാനാണ് മഹാവിഷ്ണു. അത് കാരണം വിഷ്ണു എന്ന് പറയണതല്ലേ, ഓരോ അണുക്കളിലും വസിക്കണു, അതാണ് വിഷ്ണു. അപ്പൊ ആ വിഷ്ണുവിൻ്റെ പ്രഭാവം, അതിൻ്റെ അതിശയങ്ങളെ ഒന്നും ആർക്കും വിവരിക്കാൻ പറ്റില്ല. ഭൂമിയിലുള്ള മൺതരികളെ ആർക്കാണ് അതിനെ എണ്ണി കണക്കാക്കാൻ പറ്റുക എന്നാണ് മേൽപ്പത്തൂര് ചോദിക്കുന്നത്. ആദ്യായ ശേഷകർത്രേ പ്രതിനിമിഷ നവീനായ ഭർത്രേ വിഭൂതേ ഭക്താത്മാ വിഷ്ണവേയ പ്രതിശതി ഹവിരാദീനി യജ്ഞാർച്ചനാദോ കൃഷ്ണാദ്യം ജന്മയോ വാ മഹദിഹ മഹദോ വർണ്ണയേ സ്വയമേവാ പ്രീതപൂർണോ യശോഭിഃ ത്വരിതമഭിസരേത് പ്രാപ്യ മന്ദേ പദം തേ. ആദ്യായ അശേഷകർത്രേ പ്രതിനിമിഷ നവീനായ വിഭൂതേ ഹേ ഭർത്രേ. ആദ്യായ, ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തി അഥവാ ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഉള്ളവനാണ് ഭഗവാൻ. ഭഗവാൻ ആ കൽപ്പങ്ങൾക്ക്, ഏത് കൽപ്പങ്ങളുടെയും ഏറ്റവും ആദ്യം ഉണ്ടായ കൽപ്പം അതെന്താണ് ആർക്കും അറിയില്ല, അതിൻ്റെ മുമ്പുള്ളവനാണ് ഭഗവാൻ. അപ്പൊ ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ ഉള്ളവനും ഈ ബ്രഹ്മാണ്ടങ്ങൾക്ക് കാരണമായവനാണ് ഭഗവാൻ. അശേഷകർത്രേ, ആ ലോകങ്ങളെ എല്ലാം സൃഷ്ടിക്കുന്നവനാണ്, ഇതിനൊക്കെ കാരണമായവനാണ് ഈ ഭഗവാൻ. നിമിഷ നവീനായ വിഭൂതേ, ഭഗവാനോ ഓരോ ക്ഷണം പുതുമയുള്ളതാണ്. ദിനേ ദിനേ നവം നവം എന്നാണ് ശ്രീകൃഷ്ണനെ പറ്റി പറയുന്നത് അല്ലേ. ഒന്നിനെ ഒരിക്കലും ഭഗവാൻ റിപ്പീറ്റ് ചെയ്യൽ പതിവില്ല, ഒന്നും പുനരാവർത്തനമില്ല. ഭഗവാന്റെ അവതാരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീലകളായിക്കോട്ടെ ഒന്നും ആവർത്തിച്ചിട്ടില്ല. എല്ലാം ഓരോ ദിവസവും പുതുമ, അല്ലെങ്കിൽ ഓരോ കൽപ്പങ്ങളും ഓരോ മന്വന്തരങ്ങളും പുതുമയേറിയതാണ് ഭഗവാന്റെ. ആദ്യമായിട്ടുള്ള മാതിരി നമുക്ക് കാണാം അല്ലേ. രാമാവതാരത്തിൽ രാമായണം വായിക്കാത്തവരാരുണ്ടാവും, ചിലപ്പോൾ അവരൊക്കെ ദിവസവും വായിക്കുന്നുണ്ടാവും, പക്ഷെ വീണ്ടും വായിക്കാൻ തുടങ്ങുമ്പോൾ പുതുമയേറിയതുമാതിരി തോന്നും. അതുമാതിരി തന്നെയാണ് ഭഗവാന്റെ മറ്റുള്ള ലീലകളും. അപ്പോൾ ഭർത്രേ, ഭഗവാൻ ആരാണ്? എല്ലാവരെയും ഭരിക്കുക എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നവനാണ്. ഭരണം എന്ന് പറയുന്നത് എന്താണ്? സംരക്ഷണമാണ്. അപ്പൊ ആ വിഷ്ണുവേ ഭക്താത്മാ, അങ്ങനെ ഐശ്വര്യത്തെ വിഭൂതേ ഭർത്രേ, ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവനാണ്. എല്ലാ ലോകങ്ങൾക്കും ആ ഐശ്വര്യം പ്രദാനം ചെയ്ത് സംരക്ഷിക്കുന്നവനാണ് ആ വിഷ്ണുവിന്. ഭക്താത്മാ, മനസ്സിൽ ഭക്തിയോടുകൂടിയിട്ട് യാതൊരുവനാണോ യജ്ഞാർച്ചനാദോ ഹവിരാദീനി പ്രതിശതി, ആരാണോ യാഗത്തിലും പൂജയിലും മറ്റും ഹോമദ്രവ്യം മുതലായവ ഹവിസ്സുകള് എല്ലാം ഭഗവാന് സമർപ്പിക്കണത്. വാ മഹത്, യാതൊരുവനാണോ മഹാനായ മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണാദ്യം ജന്മ വർണ്ണയത്, മഹത്തായ കൃഷ്ണാവതാരത്തെ വർണ്ണിക്കുന്നത്. പൂർണ്ണ അവതാരമാണ് ഭഗവാൻ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് പറയുന്നത്.
അപ്പൊ ഈ കൃഷ്ണാവതാരത്തിനെ ആരാണോ വർണ്ണിക്കുന്നത്, അതിനെ ശ്രവിക്കുന്നത്, സ അയമേവ ഇഹ, ആ ഭക്തൻ മാത്രമാണ് ഈ ലോകത്തിൽ സന്തോഷം പൂണ്ടും കീർത്തികൾ നിറഞ്ഞും ജീവിക്കുന്നത്. അഥവാ പ്രീതയശോഭി പൂർണ്ണ അന്തേ പ്രാപ്യം തേ പദം. അങ്ങനെ ആ ഭക്തൻ മാത്രമാണ് ഈ ലോകത്തിൽ സന്തോഷത്തോടു കൂടിയും ആ വ്യക്തിക്ക് കീർത്തികൾ ഉണ്ടാവും. ഭഗവാന്റെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഭഗവാനെ കീർത്തിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങളിൽ പങ്കെടുക്കാതെ കേൾക്കുക, ഇതൊക്കെ വളരെ കീർത്തിക്ക് കാരണമാവും. നമ്മളെ ആരും പുകഴ്ത്തുന്നല്ല, നമുക്ക് കീർത്തിപ്പെടെ എന്താണ്? അന്യര് കീർത്തിച്ചുകൊണ്ട് നമുക്ക് വല്ല ലാഭമുണ്ടോ? മറ്റുള്ളവരൊക്കെ നാല് പുറം നിന്നിട്ട് ഇങ്ങനെ സ്തുതിഗീതങ്ങൾ പാടിയോണ്ട് ഒരു വ്യക്തിക്ക് സന്തോഷം കിട്ടണമെന്നില്ല. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും മനസ്സ് സന്തോഷമാണോ, ചെയ്തതിൽ തൃപ്തി ഉണ്ടോ, നമുക്ക് മനസ്സിന് ആത്മസംതൃപ്തി വരുന്നുണ്ടോ, അവരെന്നെയാണ് കീർത്തിക്കേണ്ടത്. ആ വ്യക്തി സന്തോഷം പൂണ്ടും ആനന്ദത്തോടു കൂടിയും ജീവിത അവസാനത്തിൽ അന്തേ പ്രാപ്യന്തേ പദം, ആ പ്രാപിക്കേണ്ടതായ അവസാനത്തിൽ എവിടെയാണ് പ്രാപിക്കേണ്ടത്? വിഷ്ണുപദങ്ങളെ അല്ലേ, വിഷ്ണുപദത്തിനെയാണ്. ആ അവസാനത്തിലെ പ്രാപിക്കേണ്ടതായ അങ്ങയുടെ വാസസ്ഥാനത്തെ വൈകുണ്ഠത്തിനെ വേഗത്തിലെ പ്രാപിക്കുന്നു. കാരണം ജീവിതത്തിലെ സത്യസന്ധത കാത്തു സൂക്ഷിക്കുക, വിഷ്ണു ഭക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വൈകുണ്ഠം കിട്ടും എന്നാണ് അവിടെ ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. അഥവാ നെൽപ്പത്തൂര് നമുക്ക് വേദഭഗവാൻ പറഞ്ഞു, അതിന് തന്നെയാണ് വീണ്ടും നമുക്ക് നെൽപ്പത്തൂര് പറഞ്ഞു തരുന്നത്. ഹേ സ്തോതാര കവീന്ദ്ര തമിഹ ഖലു യഥാ ചേതയദ്ധേതദൈവ വ്യക്തം വേദസ്യ സാരം പ്രണുവദ ജനനോപാതലീലാ കഥാഭി ജാനന്ദശ്ചാസ്യ നാമാനി അഖില സുഖകരാണി സങ്കീർത്തയധ്വം. ഹേ വിഷ്ണോ കീർത്തനാദ്യ തവ ഖലു മഹതത്തത്വബോധം ഭജേയം. ഹേ സ്തോത്താര, മേൽപ്പത്തൂര് അന്യവിദ്വാൻമാരെ, കർമ്മകാണ്ഡികളായിട്ടുള്ള വിദ്വാൻമാരെ ഒന്ന് അവർക്കൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അവർക്കൊരു ഉപദേശം കൊടുക്കുകയാണ്. ഹേ സ്തോത്താര, സ്തുതികർത്താക്കളായിട്ടുള്ളവരെ, അന്യരെ സ്തുതിക്കുന്നവരെ, ഹേ കവീന്ദ്രന്മാരെ, കവിശ്രേഷ്ഠരായവരെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇഹ ഖലു യഥാ ചേതയദ്വേ, നിങ്ങളെവിടെ എങ്ങനെ മനസ്സിലാക്കുന്നു അങ്ങനെ തന്നെ, തഥാ ഏവ അപ്രകാരം തന്നെ, വേദസ്യ സാരം തം, ആ വേദത്തിന്റെ സാരമായിട്ടുള്ള വിഷ്ണുവിനെ നിങ്ങൾ ഭജിക്കുവിൻ. അല്ലാണ്ട് നിങ്ങൾ കർമ്മകാണ്ഡങ്ങളോ അന്യരെയോ, ഇത് നമുക്കറിയാം അല്ലെ. ഒന്നാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ആ ശ്ലോകം, ഏവം ദുർലഭ്യ വസ്തുന്നപി സുലഭതയാ ഹസ്തലബ്ധേയതന്യത് എന്ന ആ ശ്ലോകത്തിൽ എന്താ, അതിലും ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, അതിലും ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ, രാജാക്കന്മാർ, അന്നൊക്കെ ഒരുപാട് ഇപ്പോഴും ഉണ്ട് അതല്ലേ, വളരെ സ്തുതിപാഠകന്മാരൊക്കെ ഉണ്ട്. ഓരോ വിഭാഗത്തിനും അവരുടേതായിട്ടുള്ള സ്തുതി പാഠകന്മാരുണ്ടാവും, ഫോളോവേഴ്സ് അല്ലേ, ഫോളോവേഴ്സ്. അപ്പം അവരൊക്കെ അങ്ങനെ സ്തുതി പാടിക്കൊണ്ടിരിക്കും. പക്ഷെ അവരോട് പറയാണ്, എല്ലാവരോടും കൂടി പറയാണ്, നിങ്ങൾ അവരെ ഇവരെ സ്തുതി പാടിയിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് വിഷ്ണുപദം അതുകൊണ്ടൊന്നും കിട്ടാൻ പോണില്ല. അവസാനം നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുമ്പോൾ ഒരു സ്തുതി പാഠകന്മാരെ സഹായിക്കാൻ അത് കേട്ടവരൊന്നും വരില്ല. ആരെ പ്രതി സ്തുതിച്ചു ആ രാജാക്കന്മാർ വരില്ല, അല്ലെങ്കിൽ ആ നേതാക്കന്മാർ വരില്ല. അപ്പം ആ സമയത്ത് ആരെ വരൂ? വിഷ്ണു മാത്രമേ വരൂ. അത് കാരണം വിഷ്ണുവിനെ സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതകാലം മുഴുവൻ വിഷ്ണുവിനെ സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആരാ വരിക? നമ്മുടെ അവസാനത്തിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ വിഷ്ണു വരും. ബാക്കി നമുക്ക് മനുഷ്യരിൽ ആരെയും കിട്ടാൻ പോണില്ല. അത് കാരണം ഹേ സ്തുതിപാഠകന്മാരെ, നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? വേദത്തിന്റെ സത്തായിട്ടുള്ള ആ വിഷ്ണുവിന്റെ അവതാര ലീലകൾ ഉൾക്കൊള്ളുന്ന ജനനോപാത ലീലാകഥാഭി വ്യക്തം പ്രണുവത, അവതാര ലീലകൾ ഉൾക്കൊള്ളുന്ന കഥകളെ കൊണ്ട് നന്നായിട്ട് സ്തുതിക്കും, ഭഗവാനെ സ്തുതിക്കും എന്നാണ് പറയണത്. അല്ലാണ്ട് അവരെയും ഇവരെയും ഒന്ന് സ്തുതിച്ചോണ്ട് വിഷ്ണുപദം കിട്ടില്ല. വീണ്ടും അല്ലെങ്കിൽ ജനന മരണത്തിന്റെ ചക്രത്തിൽ പെട്ട് ഉരുളണ്ടി വരും നമ്മളെല്ലാവരും. അപ്പൊ ആ വിഷ്ണുവിനെ വ്യക്തമായിട്ട്, അഥവാ വളരെയധികം ആനന്ദ സ്വയത്തിനും കിട്ടും. ഭഗവാൻ നമ്മളെ ആവശ്യം വരുമ്പോൾ ഭഗവാൻ ആനന്ദം കിട്ടും. അത് കാരണം ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും. അപ്പൊ ആ വ്യക്തം പ്രണുവത്, അങ്ങനെ നന്നായിട്ട് സ്തുതിച്ചുകൊള്ളിൻ. അസ്യ നാമാനിച്ച, ആ വിഷ്ണുവിൻ്റെ നാമങ്ങളെയും അഖില സുഖകരാണീതി, എല്ലാവർക്കും സുഖമുണ്ടാക്കുന്നവയാണ് എന്ന് മനസ്സിലാക്കി കിട്ടും. കാരണം ഒരു സ്തുതി കേട്ടാൽ, അല്ലെങ്കിൽ ഒരു കീർത്തനം കേട്ടാൽ ആ പാടുന്ന ആൾക്ക് സന്തോഷം കിട്ടും. അതേമാതിരി തന്നെയാണ് അത് കേൾക്കുന്നവർക്ക് സന്തോഷം കിട്ടും അല്ലേ. പാടുന്ന ആൾക്ക് മാത്രമാണോ സന്തോഷം കിട്ടുക? അല്ല, അത് കേൾക്കുന്നവർക്കും കിട്ടും. അതുമാതിരി ആരും കേട്ടില്ലെങ്കിലും ഭഗവാൻ കേൾക്കണ്ടല്ലോ. അപ്പം ആ ഭഗവാൻ സംതൃപ്തനാവും, സന്തോഷവാനാവും.
ജാനന്ദ സങ്കീർത്ത യുദ്ധം. അങ്ങനെ വേണ്ട വിധത്തിൽ നിങ്ങൾ മതിയാവുന്നവരെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുവിൻ. ഹേ വിഷ്ണു, അല്ലയോ വിഷ്ണു ഭഗവാനെ, മഹത തവ ഖലു കീർത്തനാദേ തത്വബോധം ഭജേയം. അല്ലയോ മഹത്വമുള്ള ഭഗവാനെ, മഹാവിഷ്ണുവെ, അങ്ങയുടെ നാമസങ്കീർത്തനം സ്തുതി മുതലായ കൊണ്ട് തത്വബോധം ഭജേയം, തത്വജ്ഞാനത്തെ ഞാൻ പ്രാപിക്കട്ടെ. കാരണം അവതാര കഥകളൊക്കെ കേട്ട് കേട്ട് കുറെ കഴിയുമ്പോൾ ആ തത്വജ്ഞാനം അറിയാനുള്ള എന്താണ് ഈ ലീലകൾ കൊണ്ട് ഭഗവാൻ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഭഗവാൻ വെണ്ണ മോഷ്ടിച്ചു, വസ്ത്രം എടുത്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെയൊക്കെ ഒരു തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെ എനിക്കറിയാൻ സാധിക്കണേ, ആ അറിവ് എനിക്ക് പ്രാപ്തമാവണേ എന്നാണ് മേൽപ്പത്തൂർ പറയണത്. വിഷ്ണോ കർമാണി സംപശ്യത മനസി സദാ ഏ സർമാനബന്ധാത് യാനീന്ദ്രശേഷഭൃത്യ പ്രിയ സഖൈവ ച വ്യാധനോക്ഷേമകാരി വീക്ഷന്തി യോഗസിദ്ധ പരപദമനിശം യസ്യ സമ്യക് പ്രകാശം വിപ്രേന്ദ്രാജാഗരൂക കൃത ബഹുനുതയോ യച്ച നിർഭാസയന്തി സ യൈ ധർമാൻ അബന്ധാത്. ആര്? ആ വിഷ്ണു ധർമാനബന്ധാത് യേശ, ഏത് കർമ്മങ്ങളെ കൊണ്ടാണോ ധർമ്മത്തിനെ നിലനിർത്തിയത്. ഏത് ഭഗവാന്റെ അവതാര ലീലകൾ എപ്പോഴാണോ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് ഭഗവാൻ പറഞ്ഞു അല്ലേ. എപ്പോഴെപ്പോഴാണോ അധർമ്മം വളരുന്നു, ധർമ്മത്തിന് ശുദ്ധി സംഭവിക്കണു, അപ്പോൾ ഞാൻ അവതാരം ചെയ്യും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ചുതി എവിടെ വരണു, എവിടെ ധർമ്മത്തിനൊരു പിഴ സംഭവിക്കണം, അല്ലെങ്കിൽ ധർമ്മം താഴും അധർമ്മം പൊന്തിയും വരുന്നു, അപ്പോൾ ഭഗവാൻ ഒരു അവതാരം എടുക്കും. അങ്ങനെ ഭഗവാൻ വന്നിട്ടുണ്ട്. ആ വർണ്ണാശ്രമങ്ങളെ, ആ ധർമ്മങ്ങളെ നിലനിർത്തിയിട്ടുണ്ട്. ആ വിഷ്ണു വിഷ്ണു ഇന്ദ്രസ്യ ക്ഷേമകാരി, ഇന്ദ്രന്റെ അഭ്യുദയത്തിന് വേണ്ടിയിട്ട്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവതകൾ. അപ്പം ആ ധർമ്മം അല്ലെങ്കിൽ ദേവതകളെ സംരക്ഷിക്കാൻ, ദേവതകൾ അവരുടെ ലോകം വിട്ടിട്ട് മറ്റ് ലോകങ്ങളെ ആക്രമിക്കാൻ പോകലില്ല. പക്ഷെ അസുരന്മാരെന്താ ചെയ്യുക? അവർക്ക് അവരുടെ ലോകം പോരാ, അവർക്ക് ദേവലോകവും വേണം, ഭൂമിയും വേണം, ദേവലോകവും വേണം, എല്ലാം എനിക്ക് എനിക്ക് എനിക്ക്. ഇതാണ് ആ ധർമ്മം. അവനവൻ്റെ ഭാഗത്ത് അവനവൻ സമാധാനമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ധർമ്മമാണ്. അപ്പോൾ ഭഗവാന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റേതും എൻ്റേതും പറഞ്ഞിട്ട് പുറപ്പെട്ടാൽ ഭഗവാൻ അപ്പം അവിടെ വരും. അപ്പോൾ ബലിയും തന്നെ ആ ദേവലോകമൊക്കെ അടക്കി വാണു. ആ സമയത്ത് ഭഗവാൻ വാമനനായിട്ട് അഥവാ ഉപേന്ദ്രനായിട്ട് ഒരു ഭൃത്യനെ മാതിരിയും ഒരു സഹോദരനെ മാതിരിയും ഒരു മിത്രത്തിനെ മാതിരിയും എന്ത് അവസരത്തിൽ ഏതാണോ ഭഗവാന് ആ ലീലകൾ ചെയ്യാൻ അവതാരം എടുക്കേണ്ട അതുമാതിരി ഭഗവാൻ ആ ഭാഗം ഭഗവാൻ നന്നായിട്ട് എടുക്കണു. അപ്പം അങ്ങനെ ഇന്ദ്രസ്യ ക്ഷേമകാരി, ഇന്ദ്രന്റെ അഭ്യുദയത്തിന് വേണ്ടിയിട്ട് ഭൃത്യപ്രിയ സഖ യുവച്ച, ഒരു ഭൃത്യനെ പോലെ ഇല്ലേ, വെറും ഒരു സൂതനെ മാതിരി, അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കാൻ അല്ലെങ്കിൽ രഥം നയിക്കണ ഒരു സൂതനായിട്ട് ഭഗവാൻ ഇന്ദ്രന്റെ പുത്രനായിട്ടുള്ള അർജുനന് വേണ്ടിയിട്ട് ജോലി ചെയ്തു. അതേമാതിരി ഒരു സഹോദരനായിട്ട്, ഒരു കുഞ്ഞനിയനായിട്ട് അല്ലേ, തനിക്ക് ആ ഇന്ദ്രന് വേണ്ടിയിട്ട് ഭഗവാൻ ഒരു വാമനനായിട്ട് അവതാരം എടുത്തു. അങ്ങനെ പ്രിയ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഭൃത്യനായിട്ടോ സഹോദരനായിട്ടോ എങ്ങനെയാണ് ആ ഇന്ദ്രന് സുഖം കിട്ടുക എന്ന് അതേമാതിരി ഭഗവാൻ ഓരോ പ്രവൃത്തികൾ ചെയ്തു. യാനി വ്യതനോത്, ഏതേത് കർമ്മങ്ങളെയാണോ ചെയ്തത്, താനി വിഷ്ണു കർമാണി, ആ വിഷ്ണുവിൻ്റെ കർമ്മങ്ങളെ അഥവാ അവതാര ലീലകളെ മനസ്സി സദാ സംവശ്യത, മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിങ്ങളെ വിചാരിച്ചു കൊണ്ടിരിക്കും, എപ്പോഴും സ്മരിക്കാൻ. മനസ്സിന് എന്തെങ്കിലും ജോലി വേണം അല്ലേ, മനസ്സ് വെറുതെ ഇരിക്കും, മനസ്സിന് എന്തെങ്കിലും വേണം. അപ്പോൾ ബാഹ്യമായിട്ടുള്ള ആ വിഷയങ്ങളെ പറ്റി ചിന്തിക്കാതെ മനസ്സിന് സുഖം തരണം ഭഗവാന്റെ കഥകളെ നിങ്ങൾ ചിന്തിക്കും, ഭഗവാനെ പറ്റി എപ്പോഴും മനസ്സിൽ വിചാരിക്കും. കാരണം മനസ്സ് വെറുതെ ഇരിക്കില്ല. അത് ഈ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ടാവില്ലേ, ഒരു ഭൂതം ഒരു മനുഷ്യനൊരു ഭൂതത്തിനെ കിട്ടിയ ഒരു ഡബയുടെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സാധനത്തിനുള്ളിൽ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഭൂതത്തിനെ എപ്പോഴും ജോലി ചെയ്ത് കൊണ്ടിരിക്കണം. എന്തെങ്കിലും ജോലി തന്നിട്ടില്ല എന്ന് തന്നെ ഞാൻ പിടിച്ച് തിന്നും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ജോലി എന്താ എപ്പോഴും കൊടുക്കുക, അവസാനം ഇത് പിടിച്ച് തിന്നാൻ വരുന്ന പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു കൊടുത്തു, നീ ഒരു പണി ചെയ്തോ അവിടെ ഒരു വലിയ ഒരു
ഒരു എന്തെങ്കിലും നാട്ട് തൂണ്, ആ തൂണുമ്പിൽ ഒരു ജോലിയൊന്നും ഇല്ലാത്തപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞാൽ പറയാ, നീ ഈ തൂണിൻ്റെ മേപ്പട്ടം കഴിപ്പിട്ട് ഇറങ്ങി കയറിക്കൊണ്ടിരുന്നു. അപ്പം ഇവൻ എന്ത് ചെയ്തു? ഈ ഭൂതം ആ മേപ്പട്ടം കഴിപ്പിട്ടും തന്നെ ഇറങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ എന്തെങ്കിലും ജോലി ഉണ്ടാവാൻ പറയും, നീ ഇവിടെ വാ, ഈ ജോലി ചെയ്യും. പിന്നെയും ജോലി കഴിഞ്ഞാൽ പറയും, നീ വീണ്ടും അതിൻ്റെ മുകളിൽ തന്നെ കയറിക്കും. അതുമാതിരി നമ്മുടെ മനസ്സ് തന്നെ വേറെ വല്ല കാര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങളായാലും കയ്യിൽ മനസ്സ് ഏർപ്പെട്ടോട്ടെ. ബാക്കി വെറുതെ ഉള്ള സമയം അതൊന്നും ചിന്തിക്കാണ്ട് എന്ത് ചെയ്യണം? ഭഗവാന്റെ നാമങ്ങളെയും ഭഗവാന്റെ ലീലകളെയും നീ സ്മരിച്ചുകൊണ്ടിരിക്കുക എന്ന് മനസ്സിനോട് നമുക്ക് പറയാം. യോഗസിദ്ധ ആ യോഗീശ്വരന്മാര് യസ്യ സമ്യ പ്രകാശം പരപദം യാതൊരു വിഷ്ണുവിൻ്റെ നന്നായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അത് സർവോത്കൃഷ്ട സ്ഥാനവുമായിട്ടുള്ള ആ വൈകുണ്ഠത്തിനെ എപ്പോഴും അവരെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാനും ഭഗവാന്റെ നാമവും ഭഗവാന്റെ വൈകുണ്ഠവും ഒക്കെ എന്ന് തന്നെയാണ്. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ തന്നെ കുണ്ഠ ഇല്ലാത്തത്, വിഗത കുണ്ഠകൾ. കുണ്ഠ എന്ന് പറഞ്ഞാൽ ദ്വന്ദ്ങ്ങളെ, അസ്വസ്ഥതകളെ. ഈ അസ്വസ്ഥതകളിൽ ഇത് വരുമ്പോൾ ദ്വന്ദ്ങ്ങളുള്ളപ്പോഴാണ് അസ്വസ്ഥതകൾ വരിക. അസ്വസ്ഥതകളില്ല എങ്കിൽ നമ്മുടെ മനസ്സ് വൈകുണ്ഠമാവും, അഥവാ നമ്മുടെ മനസ്സ് സ്വസ്ഥമാവും, സന്തോഷമാവും. എപ്പോഴും ഭഗവാന്റെ ലീലകളെ അല്ലെങ്കിൽ ഭഗവാന്റെ ആ നാമങ്ങളെയൊക്കെ സ്മരിക്കുമ്പോൾ എന്ത് ദ്വന്ദ്ം തോന്നാനാണ്, എന്ത് കുണ്ഠകൾ തോന്നാനാണ്, അല്ലെ എന്ത് അസ്വസ്ഥതകൾ തോന്നാനാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് സമാധാനമായിരിക്കും. വിപ്രേന്ദ്ര ജാഗരൂക ആ ശ്രേഷ്ഠന്മാര്, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാര് ജാഗരൂക, വളരെ ജാഗരൂകരായിട്ട്, വളരെ ശ്രദ്ധയോടും ഉത്സാഹത്തോടും കൂടിയിട്ട് കൃത ബഹുനുതയാ യച്ച നിർഭാസയന്തേ, വളരെ ജാഗരൂകരായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ഉത്സാഹത്തോടു കൂടി അവരെന്താ ചെയ്യണേ? സ്തുതികൾ ചെയ്തുകൊണ്ട്, ഭഗവാനെ നല്ല നല്ല മനോഹരമായുള്ള സ്തുതികൾ ചെയ്തുകൊണ്ട് യാതൊരു സ്ഥാനത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവരതിനെ സ്തുതിക്കുന്നു, അവരതിനെ പറ്റി വിവരിക്കുന്നു. അപ്പം അതാരാണ്? ഏത് സ്ഥലമാണ്? വൈകുണ്ഠമാണ്. ആ വൈകുണ്ഠത്തിനെ പറ്റി അവരിങ്ങനെ സ്തുതിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു ചിത്രം നമുക്ക് കിട്ടും, എങ്ങനെയാണ് വൈകുണ്ഠം എന്നുള്ളത്, അല്ലേ? അപ്പം അതിനെപ്പറ്റി ഇങ്ങനെ സ്മരിച്ചാൽ മതി. അപ്പം കുണ്ഠകളും നഷ്ടമാവും, അസ്വസ്ഥതകൾ നഷ്ടമാവും. നോ ജാതോ ജായമാനോഭിജ സമധിഗതന്മഹിംനോവസാനം ദേവ ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹുരവിദേ നാമ ശംസാമി വിഷ്ണോ തം ത്വാം സസ്ത്വം നാനാവിധനുതി വചനേ അസ്യ ലോകത്രയസ്യാപി ഊർധ്വം വിഭ്രാജമാനെ വിരജിത വസതിം തത്ര വൈകുണ്ഠലോകേ. ദേവ, ഹേ വിഷ്ണു, അല്ലയോ വിഷ്ണു ഭഗവാനെ, ജാതജായമാന അഭിജത്വന്മഹിംന ആ അതിൻ്റെ അവസാനം എന്നോ സമധികത. ജാത ജായമാന അഭിജ, ജാത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പ് ജനിച്ചവരെന്ന് പറഞ്ഞാൽ മേൽപ്പത്തൂരിൻ്റെ മുമ്പ് ജനിച്ച ബ്രഹ്മാവ് വരെയുള്ള അവർക്കാരൊക്കോ ഇപ്പോൾ ജനിച്ച്, അഥവാ സമകാലീനരായിട്ടുള്ളവരോ, മേൽപ്പത്തൂരിൻ്റെ സമകാലീനരായിട്ടുള്ളവരോ അല്ലെങ്കിൽ അതിൻ്റെ പൂർവികരായിട്ടുള്ള മേൽപ്പത്തൂരിൻ്റെ പൂർവികരായിട്ടുള്ളവരോ ആരൊക്കെ തന്നെ ത്വം മഹിംന അങ്ങയുടെ മാഹാത്മ്യത്തിൻ്റെ അവസാനന്നോ സമധികത അതിൻ്റെ അവസാനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ബ്രഹ്മാവിന് വരെ ഭഗവാന്റെ മഹത്വത്തിൻ്റെ അവസാനം എവിടെയാണ് ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നെയാണോ ഇപ്പോൾ സമകാലീനരായിട്ടുള്ളവർക്ക് എന്നാണ് മേൽപ്പത്തൂർ ചോദിക്കുന്നത്. ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹുർ അഭിത്തേ നാമശംസാമി. ശ്രേയാംസി വിദ്വാൻ, ശ്രേയസ്കരങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രതിമുഹു വീണ്ടും വീണ്ടും അഭിതേ നാമ ശംസാമി അങ്ങയുടെ നാമം ഞാൻ കീർത്തനം ചെയ്യും എന്നാണ് പറയുന്നത് മേൽപ്പത്തൂർ. ഞാൻ അങ്ങയുടെ നാമം എപ്പോഴും കീർത്തനം ചെയ്യും. കാരണം എനിക്ക് ഭഗവാനെ അങ്ങയുടെ ആ മഹിമകളുടെ ഒന്നും അവസാനം കണ്ടുപിടിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് എന്തേ പറ്റുള്ളൂ? അങ്ങയുടെ നാമ സങ്കീർത്തനം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അസ്യ ലോകത്രയസ്യ അഭിഊർദ്ധം വിഭ്രാജമാനേ തത്ര. അസ്യ ലോകത്രയസ്യ ഈ 3 ലോകത്തിൻ്റെ മുകളില് വിഭ്രാജമാനേ തത്ര വൈകുണ്ഠലോകെ അങ്ങനെ പ്രകാശിക്കണ ശോഭിക്കണ പ്രസിദ്ധമായിട്ടുള്ള വൈകുണ്ഠലോകത്തില് വിരചിത വസതിം താമാം
അവിടെയാണ് ആരുടെ വാസം? ഭഗവാന്റെ വാസം. അവിടെ വസിക്കുന്ന അങ്ങയെ നാനാവിധനുതി വചനേ സംസ്തൗമി, ആ വൈകുണ്ഠത്തിൽ വസിക്കുന്ന വൈകുണ്ഠവാസിയായിട്ടുള്ള അങ്ങയെ ഞാൻ പലതരം സ്തുതിവാക്യങ്ങളെ കൊണ്ട് സ്തുതിക്കും, അല്ലെങ്കിൽ ഞാൻ സ്തുതിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. കാരണം ഇപ്പോഴും വാതരോഗം മാറിയിട്ടില്ല, മേൽപ്പത്തൂരിൻ്റെ വാതരോഗം മാറിയിട്ടില്ല. ഞാൻ 100 ദിവസം ഇവിടെ ഇരുന്നിട്ട് ആ ദശകങ്ങൾ 100ആയിട്ടുള്ള കൊണ്ട് ഞാൻ സ്തുതിക്കും എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഇവിടെ 99 ദിവസം കഴിഞ്ഞിട്ടില്ല, മേൽപ്പത്തൂരിൻ്റെ വാതരോഗം മാറിയിട്ടില്ല. പക്ഷെ വാതരോഗം മാറിയിട്ടില്ലെങ്കിലും ഞാൻ എപ്പോഴും വൈകുണ്ഠവാസിയായ അങ്ങയെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് മേൽപ്പത്തൂര് പറയണത്. ആപസൃഷ്ടാദിജന്യ പ്രഥമമയി വിഭോ ഗർഭദേശേ ദദുസ്ത്വാം യത്ര ത്വയേവ ജീവ ജലശയന ഹരേ സംഗതാ ഐക്യമാപൻ തസ്യാജസ്യ പ്രഭോത്തെ വിനിഹിതമഭവത് പത്മമേകം ഹി നാഭോ ദിക്പത്രം യത്കിലാഹു കനകധരണിഭൃത്കർണികം ലോകരൂപം. ഐ വിഭോ, അല്ലയോ വിഭുവായവനെ, വിഷ്ണു ഭഗവാനെ, സൃഷ്ടാദിജന്മ ആപ പ്രഥമം ത്വാം ഗർഭദേശേ ദദു. സൃഷ്ടാദിജന്മ, ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്തുണ്ടായി? ആപ, ജലമുണ്ടായി, കാരണജലമുണ്ടായിരുന്നു. കാരണജലം എന്ന് പറഞ്ഞാൽ നമുക്ക് ജലം എന്ന് പറഞ്ഞെങ്കിൽ തന്നെ അതിന് ജ്ഞാനം എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. കാരണജലം എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിക്ക് കാരണം എന്താണ്? അതിൻ്റെ ആ ജ്ഞാനം അല്ലേ? ആ ജ്ഞാനത്തിൽ നിന്നാണ് ആ ഉൽപ്പത്തികൾ ഉണ്ടാവുക. ഒരു വസ്തു ഉണ്ടാവുക എന്തെന്നാണ്? ഉൽപ്പത്തി ആവുക ജ്ഞാനത്തിൽ നിന്നാണ്. അല്ലാണ്ട് ജഡമായ ജലം എന്ന് നമ്മൾ കണക്കാക്കാൻ പറ്റില്ല. കാരണം ജലമൊക്കെ പിന്നീട് എത്രയോ കഴിഞ്ഞിട്ടാണ് ഇവിടെ പ്രകടമായിട്ടുള്ളത്. അപ്പം കാരണജലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൈകുണ്ഠം മാതിരി തന്നെയാണ്. നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. കാരണം ഭഗവാനെ സങ്കല്പിക്കാൻ പറ്റില്ല, ഭഗവാന്റെ വൈകുണ്ഠത്തിനെ സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ഈ കാരണജലത്തിന് അതിലാണ് ഭഗവാന്റെ വാസം. ഭഗവാന്റെ വാസം ഇതിലാണ്, ജ്ഞാനത്തിലാണ്. ആപ പ്രഥമം ത്വാം ഗർഭദേശേ ദദു. ആ ആരംഭത്തിലുണ്ടായ കാരണജലം ആദ്യമായിട്ട് അങ്ങയെ ഗർഭം ധരിച്ചു, അഥവാ അങ്ങ് ആ ജലത്തിൽ വസിച്ചു എന്നാണ് മേൽപ്പത്തൂർ പറയണത്. ജലശയന ഹരേ, അല്ലയോ ജലത്തിൽ ശയിക്കുന്ന നാരായണ. നാരായണൻ എന്ന് പറയാൻ തന്നെ എന്താണ് കാരണം? നാരത്തിൽ വസിക്കുന്നവൻ, അയനം ചെയ്യുന്നവൻ. ഇപ്പം നാരായണൻ, നാരേതി അയന ഇത് നാരായണ അല്ലേ? നാരം എന്ന് പറഞ്ഞാൽ ജലം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നാരത്തില് അയനം ചെയ്യുക അഥവാ വസിക്കുന്നവൻ, ശയനം ചെയ്യുന്നവൻ നാരായണൻ. അങ്ങനെ ആ ജലത്തിൽ വസിക്കുന്ന നാരായണ ജീവ എത്ര ത്വയേവ സംഗത, ജീവന്മാര് അഥവാ ജീവാത്മാക്കള് ആ നിന്തിരുവടിയിൽ തന്നെ അവസാനം ചേർന്ന ഒന്നായിരുന്നു. കാരണം സൃഷ്ടിയുടെ ആദ്യത്തിലും അങ്ങയിലായിരുന്നു, അങ്ങ് പ്രകടമാക്കി. സൃഷ്ടി അവസാനം അഥവാ പ്രളയം വരുമ്പോഴേ എന്താ ഉണ്ടാവുക? എല്ലാം ഈ പഞ്ചഭൂതങ്ങൾ മുതൽക്ക് ബ്രഹ്മാണ്ടങ്ങൾ മുഴുവനെ അങ്ങയുടെ ഉള്ളിൽ തന്നെ വീണ്ടും വന്ന് ലയിക്കണു, ഒന്നായി ചേരണു. ഐക്യമാപൻ എന്ന് പറഞ്ഞാൽ ഐക്യം പ്രാപിക്കണു, ഒന്നാവണു. ഹേ പ്രഭോ അജസ്യതസ്യതേ നാഭൗ ഏകം ഹി പത്മം വിനിഹിതം അഭവത്. ഹേ മഹാപ്രഭോ, സർവശക്തനായ വിഷ്ണു ഭഗവാനെ, അജസ്യതസ്യതേ, ജനനമില്ലാത്ത ആ നിന്തിരുവടിയുടെ, ഭഗവാൻ അജനാണ് അല്ലേ? അജൻ എന്ന് പറഞ്ഞ ആരാണ്? ജനനമില്ല. ഭഗവാൻ ഒരു ഇന്ന സമയത്ത് ഭഗവാൻ പ്രകടമായി എന്ന് പറയാൻ പറ്റില്ല. ബ്രഹ്മാവിന് വരെ ഒരു സമയത്തിൽ ആ കൽപ്പത്തിൻ്റെ ആദ്യത്തിലാണ് ബ്രഹ്മാവ് വരെ പ്രകടമാവുന്നത്. പക്ഷെ ഭഗവാൻ പ്രകടമാവല്ല. ഭഗവാൻ എന്നും ഉണ്ട് അവിടെ. പ്രളയം നടന്നാലും ഭഗവാനുണ്ട്, ഒന്നുമില്ലെങ്കിലും അതല്ലേ ഭഗവാൻ നമുക്ക് ആ ശ്ലോകിയിലും പറഞ്ഞത്. എല്ലാറ്റിൻ്റെ മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു, എല്ലാം അവസാനിച്ചാലും ഞാൻ ഉണ്ടാവും എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം ആ ജനനമില്ലാത്തവനായ അങ്ങയുടെ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂവ്, ഒരു പത്മം വിനിഹിതം അഭവത്, ഒരു താമരപ്പൂവ് ഉണ്ടായി വന്നു. എന്നിട്ടോ ദിക് പത്രം കനകധരണി ഭൃത്കർണികം യത് കില ലോകരൂപമാഹു. ദിക് പത്രം, ദിക്കുകളാകുന്ന ഇതളുകളാണ് അതിന്. 8 ഇതളുകളാണ്. 8 ഇതളുകൾ എന്താണ്? 8 ദിക്കുകളാണ്. പിന്നെ കനകധരണി ഭൃത്, അതിൻ്റെ കർണികം അഥവാ നടുക്കിലുള്ള അല്ലി എന്താണ്? ആ മഹാമേരുവാണ് ആ കർണിക അഥവാ നടുക്കിലുള്ള അല്ലി താമരയുടെ.
ഇതളുകൾ 8 മഹാമേരുവാകുന്ന കർണികയോട് കൂടിയിട്ടുള്ള ആ താമരപ്പൂവിനെ ആണ് ലോകം എന്ന് പറയപ്പെടുന്നത്. അഥവാ ഈ ബ്രഹ്മാണ്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ബ്രഹ്മാണ്ടം എന്ന് പറയപ്പെടുന്നത്. ഹേ ലോക വിഷ്ണുരേതദ്ഭുവനമജനയത് തന്ന ജാനീധയൂയം യുഷ്മാകം ഹ്യന്തരസ്തം കിമപി തദപരം വിദ്യതേ വിഷ്ണുരൂപം നീഹാരപ്രഖ്യമായ പരിവൃതമനസോ മോഹിതാ നാമരൂപേ പ്രാണപ്രീത്യേകതപ്താശ്ചരഥമഖപര ഹന്തനേച്ഛാ മുകുന്ദേ. ഹേ ലോക, അല്ലയോ ജനങ്ങളെ. ലോക എന്ന് പറഞ്ഞാൽ ജനങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാ ജനങ്ങളും. പ്രത്യേകിച്ച് ആരോടാ പറയണ? കർമ്മകാണ്ഡികളായിട്ടുള്ള വിദ്വാൻമാരോട്, വൈദികരായിട്ടുള്ള, അതിന് വേദവിദ്വാൻമാരായിട്ടുള്ള ആ കർമ്മകാണ്ഡികളായിട്ടുള്ള ബ്രാഹ്മണരോടാണ് ഇവിടെ പറയണത്. വിഷ്ണു ഏതദ് ഭുവനം അജനയത്. വിഷ്ണുവാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത്. നിങ്ങൾ കർമ്മകാണ്ഡം ചെയ്ത് അന്യ ദേവന്മാരെയൊക്കെ പ്രീതരാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നു. പക്ഷേ അവരൊന്നുമല്ല. ഈ ലോകം സൃഷ്ടിച്ചത് ആരാണ്? വിഷ്ണു ഭഗവാനാണ്. ആ ദേവന്മാരെ, ബ്രഹ്മാവിനെ ആയിക്കോട്ടെ, ഇന്ദ്രനായിക്കോട്ടെ, വേറെ ഏത് ദേവനായിക്കോട്ടെ, ഇവരെല്ലാം സൃഷ്ടിച്ചത് വിഷ്ണു ഭഗവാനാണ്. തത് യോയെന്ന ജാനീത, അത് നിങ്ങൾ അറിയണില്ലേ, നിങ്ങൾക്ക് അറിയില്ല എന്നാണ് തോന്നുന്നത് എന്നാണ് മേൽപ്പത്തൂർ പറയണത്. യുഷ്മാകം അന്തരസ്ഥം ഹി അപരം കിമപി, നിങ്ങളുടെ ഉള്ളിൽ തന്നെ വേറെ ഒരു വിഷ്ണു രൂപവും ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വിഷ്ണു രൂപമുണ്ട്. നമ്മുടെ ആത്മാവ് അല്ലേ, അത് വിഷ്ണുവിൻ്റെ തന്നെ ഒരു ചെറിയ അംശമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ തന്നെ. അപ്പോൾ ഭഗവാനെ നമുക്ക് ദൂരെ എവിടെയും കാണാൻ ശ്രമിക്കേണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ആത്മാവാകുന്ന വിഷ്ണുവിനെ നമ്മൾ ധ്യാനത്തിൽ കണ്ടാൽ മതി. അപ്പം അതുമാതിരി മറ്റുള്ളവരുടെ ഉള്ളിലും കണ്ടാൽ മതി. അപ്പം ആരെയും ദ്രോഹിക്കാൻ തോന്നില്ല. അപരം കിമപി, നിങ്ങളുടെ ഉള്ളിൽ തന്നെ വേറൊരു വിഷ്ണു രൂപമുണ്ട്. വിഷ്ണു രൂപം വിദ്യതേ, ആ വിഷ്ണു രൂപം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നുണ്ട്. നീഹാരപ്രഖ്യമായ പരിവൃത മനസ്സ്. അതെന്താണ് കാണാത്തത്? ഈ കർമ്മകാണ്ഡങ്ങളില്, ലാഭേച്ഛകളില് അങ്ങനെ മുഴുകിയിട്ട് ഒരു മൂടൽ മഞ്ഞ് മാതിരി നിങ്ങളുടെ ഉള്ളില് ആ മായ കടന്നു കൂടിയിട്ടുണ്ട്. ആ മായ കാരണം നിങ്ങളുടെ മനസ്സിൽ ഒന്നും വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആത്മാവിനെ, ആ വിഷ്ണു രൂപത്തിനെ മനസ്സിലാക്കാൻ സാധിക്കണില്ല. ആ മൂടൽ മഞ്ഞിനെ അഥവാ മായയെ നിങ്ങളൊന്ന് നീക്കി നോക്കൂ. അപ്പം നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നാമരൂപേ മോഹിത, കാരണം എന്താണ്? നിങ്ങളെല്ലാം ആ ദേവീ ദേവന്മാരുടെ നാമങ്ങളിലും രൂപങ്ങളിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവരുടെ ഉള്ളിലെല്ലാം ഇരിക്കുന്നത് ഈ വിഷ്ണു രൂപം തന്നെയാണ്. വിഷ്ണു തന്നെയാണ്. അന്യദേവത രൂപങ്ങളിലൊക്കെ ഇരിക്കുന്നത് അന്യ പേരാണെങ്കിലേ നാമം അല്ലെങ്കിൽ രൂപമായിക്കോട്ടെ, വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഏക സ്വരൂപം എന്താണ്? ഭഗവാൻ വിഷ്ണുവാണ് എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. പ്രാണ പ്രത്യേക തൃപ്ത മഖപര ചരഥ, ഇന്ദ്രിയ സുഖം മാത്രം കൊണ്ട് തൃപ്തി അടയുന്നവരും മഖപര യാഗാദി കർമ്മങ്ങളിൽ താല്പര്യമുള്ളവരുമായിട്ട് നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. യാഗാദികളൊക്കെ ചെയ്ത് സ്വർഗത്തിലേക്ക് പോവാം എന്ന് വിചാരിച്ചിട്ട്, സ്വർഗത്തിൽ പോയാലും ആ പുണ്യം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ജീവിതം മുഴുവനെ ഇങ്ങനെ യജ്ഞങ്ങൾ ചെയ്തിട്ടും ലാഭം കിട്ടും, സന്തോഷം കിട്ടും, സ്വർഗത്ത് പോയിട്ടുണ്ടെങ്കിൽ വലിയ സുഖങ്ങൾ കിട്ടും, ഇതെല്ലാം വിചാരിച്ച് സ്വപ്നം കണ്ട് കഴിയണു. മുകുന്ദേ ഇച്ഛാനഹന്ത, ആ മുകുന്ദനില്, ആ വിഷ്ണുവില് നിങ്ങൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. ആ വിഷ്ണുലോകം പ്രാപിക്കാൻ നിങ്ങൾക്ക് എന്താ താല്പര്യമില്ലേ, ആഗ്രഹമില്ലേ? ഇത് വളരെ കഷ്ടം തന്നെയാണ് എന്നാണ് മേൽപ്പത്തൂര് പറയണത്. കാരണം വിഷ്ണുലോകത്ത് പോയാൽ പിന്നെ തിരിച്ചു വരണ്ട. പക്ഷെ ഏത് സ്വർഗമായിക്കോട്ടെ, ഏത് ഇന്ദ്രലോകമായിക്കോട്ടെ, എവിടെ പോയാലും ഒരു ദിവസം അവിടുത്തെ പുണ്യങ്ങൾ ക്ഷീണിച്ചാൽ നമുക്ക് വീണ്ടും ഈ ഭൂമിയിലേക്ക് തന്നെ വരേണ്ടി വരും. മൂർധ്നാം അഷ്ടാം പദാനാം വഹസി ഖലു സഹസ്രാണി സംഭൂര്യവീശം തൽപ്രോൽക്രമ്യാഭിതിഷ്ഠൻ പരിമിത വിവരേ ഭാസി ചിത്താന്തരേപി ഭൂതം ഭവ്യം ച സർവം പരപുരുഷ ഭവാൻ കിഞ്ച ദേഹേന്ദ്രിയാദീഷ്വാവിഷ്ടോപ്യുദ്ഗതത്വാ അമൃത സുഖരസം ചാനുഭുങ്ക്ഷേ ത്വമേവ.
മൂർധ്നാം അശ്നാം പദാനാം. ഇവിടെ കാണുന്നതെല്ലാം ആരുടെ ശിരസ്സുകളാണ്, ആരുടെ പദങ്ങളാണ്, ആരുടെ നയനങ്ങളാണ്, കണ്ണുകളാണ്? ഭഗവാന്റെയാണ്. ആയിരക്കണക്കിന് ശിരസ്സുകളെയും നേത്രങ്ങളെയും പാദങ്ങളെയും അങ്ങ് തന്നെ വഹിക്കുന്നുണ്ട്. കാരണം എല്ലാവരുടെ ഉള്ളിലും വിഷ്ണു രൂപമുണ്ട്. അപ്പം ആ വ്യക്തിയുടെ ശിരസ് ആരുടേതാണ്? വിഷ്ണുവിൻ്റെയാണ്. ആ വ്യക്തിയുടെ പാദങ്ങൾ ആരുടെയാണ്? വിഷ്ണുവിൻ്റെയാണ്. കണ്ണുകളും ഇന്ദ്രിയങ്ങളും ആരുടെയാണ്? വിഷ്ണുവിൻ്റെയാണ്. അപ്പം ഇവിടെ കാണുന്ന എല്ലാം വിഷ്ണു സ്വരൂപം തന്നെയാണ്. അതിനെല്ലാം വഹിക്കുന്നത് ആരാണ്? വിഷ്ണു തന്നെയാണ്. വിശ്വം സമ്പൂര്യതത്, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ്. പ്രോത്ക്രമ്യദിഷ്ടൻ അഭിപരിമിത വിവരേ ചിത്താന്തരേ അഭിഭാസി. ആ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കണ മാത്രമല്ല, അതിനെ പുറത്തേക്കും വ്യാപിച്ചു നിൽക്കുന്നവനാണ്. എങ്കിലും പരിമിത വിവരേ, ചെറിയ ഒരു പഴുത് മാത്രം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ മനസ്സിന് വളരെ ചെറിയ ഒരു ഇതേ ഉള്ളൂ അല്ലേ, ഒരു പഴുതേ ഉള്ളൂ. കാരണം മനസ്സ് എവിടെയാണ് നമുക്കറിയില്ല, പക്ഷെ അതിലേക്ക് പ്രവേശിക്കണ്ടല്ലോ. അത് എന്താണ്, എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? 2 ദ്വാരങ്ങളാണ് മനസ്സിലേക്ക് പ്രവേശിക്കുന്നത്. എങ്ങനെയാണ്? ഒന്ന് നമ്മുടെ ചെവി കൂടെ, ഒന്ന് നമ്മുടെ കണ്ണു കൂടെ. കേട്ടതും കണ്ടതുമാണ് നമ്മൾ മനസ്സിൽ ഭാവന ചെയ്യുക, സങ്കല്പിക്കുക അല്ലേ. അല്ലാണ്ട് നമ്മൾ രുചിച്ചത് മനസ്സിൽ പോണു, അത് ഓർമ്മയായിട്ട് നിൽക്കണം. കേട്ടതും നമ്മളെ പക്ഷേ കൂടുതൽ നന്നായിട്ട് നിൽക്കും, ഓർമ്മ നിൽക്കും. അപ്പം ഈ വളരെ ചെറിയ പഴുതുകളാണ് ഈ 2 എണ്ണം, കണ്ണും ചെവിയും. പക്ഷേ അത് മനസ്സിനകത്ത് ആ ഭഗവാന്റെ സ്വരൂപം അങ്ങനെ പ്രശോഭിക്കാൻ ഈ 2 പഴുത് വളരെ ഉപകാരപ്രദമാണ്. ഭഗവാൻ ഇത്ര ലോകം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ രൂപം കണ്ടിട്ടോ ഭഗവാനെ പറ്റി കേട്ടിട്ടോ ഈ ചെറിയ ആ പഴുതു കൂടെ ഉള്ളിൽ കയറി ഭഗവാൻ ആ മനസ്സിൽ സ്ഥാനം പിടിക്കണു. പരപുരുഷ, അല്ലയോ ഭഗവാനെ, പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ, കിഞ്ച ത്വമേവ, അത് മാത്രമല്ല അങ്ങ് തന്നെയാണ് ദേഹേന്ദ്രിയാദിഷു ആവിഷ്ട, ദേഹം ഇന്ദ്രിയങ്ങൾ മുതലായവയിൽ പ്രവേശിച്ചവനാണ്. എങ്കിലും ഉദ്ഗതത്വാ അമൃതസുഖരസം അനുഭുക്ഷേ, ഭഗവാൻ ഈ ദേഹത്തിലുണ്ട്. നമ്മുടെ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഭഗവാന്റെ വാസമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ചലിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവർ വസിക്കുന്നതും ഭഗവാനാണ് അല്ലേ. ഇന്ദ്രനായിട്ട് കയ്യിൽ, കണ്ണായിട്ട് അശ്വിനി, സൂര്യനായിട്ട് നാസികയായിട്ട് അശ്വിനി ദേവന്മാരായിട്ട്, അങ്ങനെ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും വിഷ്ണുവിൻ്റെ തന്നെ പ്രതിരൂപങ്ങളാണ് ഇതെല്ലാം. പക്ഷേ ഭഗവാൻ ഇവിടെയൊക്കെ വസിക്കുന്നുണ്ടെങ്കിലും അവയിൽ നിന്നെല്ലാം ഉദ്ഗത്വാത്, ഭഗവാൻ ഉയർന്നിട്ടാണ്, ഭഗവാൻ ഇതിന്നൊക്കെ ഒന്ന് വേറിട്ടിട്ടാണ്. പിന്നെയോ അമൃതസുഖരസം ച അനുപുക്ഷേ, മോക്ഷസൗഖ്യം, അമൃതസുഖത്തിനെ അനുഭവിക്കുന്നവനാണ് ഭഗവാൻ. കാരണം ഈ എല്ലാ ഇന്ദ്രിയങ്ങളിലും ഭഗവാൻ വസിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ഭഗവാൻ ലിപ്തനല്ല. ഒരു ഇന്ദ്രിയങ്ങളിലും ആ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിലും ഭഗവാൻ ലിപ്തനല്ല. ഇതിന്നൊക്കെ അലിപ്തനായിട്ടിരിക്കണു. അത് കാരണം ഭഗവാൻ മോക്ഷത്തിൻ്റെ സുഖവും അനുഭവിക്കണം. യത്തു ത്രൈലോക്യരൂപം ദദദപി ച തതോ നിർഗതോ അനന്തശുദ്ധ ജ്ഞാനാത്മാ വർത്തസേത്വം തവ ഖലു മഹിമാ സോപിതാവാൻ കിമന്യത് സോഹസ്തേ ഭാഗയേവാഖില ഭുവനതയാ ദൃശ്യതേ ത്രംശകൽപ്പം ഭൂയിഷ്ടം സാന്ദ്രമോദാത്മകമുപരി തതോ പാതി തസ്മൈ നമസ്തേ. യത് തു ത്വം ത്രൈലോക്യരൂപം ദദത്, യത് യാതൊരു ഹേതു, ഭഗവാൻ എന്ത് ഹേതു ആയിട്ടാണ് അവതരിക്കുന്നത്? ലോകരക്ഷ, ധർമ്മരക്ഷ അല്ലേ. ഇതിനു വേണ്ടിയിട്ടാണ്, ആ ഹേതുവായിട്ടാണ് ഭഗവാൻ ഇവിടെ പ്രകടനാവുന്നത്. അതുവരെ അപ്രകടനാണ് ഭഗവാൻ അല്ലേ, നിഷ്കള സ്വരൂപനാണ്. പക്ഷേ ഇവിടെ സകല രൂപനായിട്ട് അല്ലെങ്കിൽ ശരീരധാരി ആയിട്ട് ഭഗവാൻ വരുന്ന എന്തിനാണ്? ധർമ്മ സംരക്ഷയ്ക്കായിട്ടാണ്, രക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലേ, ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ പ്രാകട്യം. ഏതൊരു ഹേതുവായിട്ടാണോ ഭഗവാൻ ത്രൈലോക്യ രൂപം ദദത്, 3 ലോകത്തിൻ്റെയും രൂപം ധരിക്കുന്നുണ്ട് എങ്കിലും, 3 സ്വർഗമായിട്ടും അല്ലെങ്കിൽ ബ്രഹ്മലോകം വരെയുള്ളതിനെ സ്വർഗം എന്ന് പറയണം അല്ലേ, പാതാളമായിട്ടും ഭൂമിയായിട്ടും ഒക്കെ ഭഗവാൻ ഇവിടെ പ്രകടമാകണത് എന്തിനാണ്? അപീച്ച തഥ നിർഗത, അതിൻ്റെ പുറത്തും ഭഗവാൻ അതിൻ്റെ പുറത്തും കടന്നിട്ട് അനന്തശുദ്ധ ജ്ഞാനാത്മാവർത്തസെ, അവസാനമില്ലാത്ത, അതിനൊരു അവസാനമില്ല, അല്ലെങ്കിൽ അതിനൊരു എൻലെസ് ആണ്, ഭഗവാൻ എൻലെസ് ആണ്, അവസാനമില്ലാത്ത പരിശുദ്ധ ജ്ഞാനമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അത് ഹേതുവായിട്ട്
അത് ഹേതുവായിട്ടെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഈ അവസാനമില്ലാത്ത പരിശുദ്ധ ജ്ഞാനമായിട്ടും ഭഗവാൻ സ്ഥിതി ചെയ്യണം. അപ്പോഴല്ലേ ധർമ്മത്തിന് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. എല്ലാറ്റിലും ലിപ്തനാണെങ്കിൽ ഇങ്ങനെ ധർമ്മത്തിന് സ്ഥാപിക്കാൻ പറ്റും. അധർമ്മവും ധർമ്മവും വേറെ എന്ന് പറയാൻ ആർക്കാ പറ്റുക? ഇതിലൊന്നും ലിപ്തനാവാത്ത ഒരു വ്യക്തിക്ക് പറ്റും. തവ സമഹിമ അഭി, അങ്ങയുടെ ആ മഹത്വം താവാൻ ഖലു അന്യതയ്ക്കും, അത് മാത്രമുള്ളതാണ്, വേറെ എന്താണ് കാരണം? ഭഗവാന്റെ ഒരു മഹത്വം, ഈ ശ്ലോകങ്ങളൊക്കെ കഠിനത്തിൽ കഠിനമാണ്. കാരണം ഇത് വേദത്തിൻ്റെ ശ്ലോകം, അതിലുള്ള ഋച്ചകളുടെ ഒരു സത്താണ് എന്ന് മനസ്സിലാക്കാം. അപ്പം അതിനെ ആ മഹത്വം അത്രമാത്രമുള്ളത് തന്നെയാണ്. ഭഗവാന്റെ മഹത്വത്തിനെ നമുക്ക് കീർത്തിക്കാൻ ആവില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. നമുക്ക് ഭഗവാനെ സങ്കല്പിക്കാൻ വരെ പറ്റില്ല. ഭഗവാന്റെ നാമ സങ്കീർത്തനം ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. മറ്റെന്ത് ചെയ്യാൻ പറ്റും? തേ സ്തോക ഏവ ഭാഗ, അങ്ങയുടെ ഒരു ചെറിയ അംശമാണ് ഈ ലോകങ്ങളെ മുഴുവനെ ലോകങ്ങളായിട്ട് കാണാൻ പറ്റണത്. അങ്ങ് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് വരണില്ല. വളരെ ചെറിയ ഒരു അംശം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ അങ്ങ് സൃഷ്ടിച്ചത്, ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത്. കാണപ്പെടുന്നത് ഭൂയിഷ്ടം സാന്ദ്രമോദാത്മകം ദ്രംശകൽപ്പന്തത ഉപരി, വളരെ അധികം സാന്ദ്രാനന്ദ സ്വരൂപമാണ് എൻ്റെ വൈകുണ്ഠം. അപ്പം എല്ലാ ലോകങ്ങളുമായിട്ട് ഇവിടെ പ്രകടമായത് ഭഗവാനിൽ നിന്നുള്ള ഒരു ചെറിയ അംശമാണ്, അഥവാ 1/4 അംശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദ്രംശകൽപ്പന്തത ഉപരിഭാതി, 3/4 വരുന്ന ഭാഗം എവിടെയാണ്? ഇതിൻ്റെ എല്ലാം മുകളിലാണ്. ഇത് മുകളിലെന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിലാണ്. ബാക്കിയുള്ള ഒരു ചെറിയ അംശം കൊണ്ട് മാത്രമാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ആ വൈകുണ്ഠം 3/4 ഭാഗവും എവിടെയാണ്? വൈകുണ്ഠമായിട്ട് ഈ ലോകങ്ങൾക്കെല്ലാം മുകളിലായിട്ട് ശോഭിക്കണു. തസ്മൈതേ നമ, അത്തരത്തിലുള്ള അങ്ങയ്ക്ക് ഭഗവാനെ നമസ്കരിക്കണു. ഇത് നമസ്കരിക്കാൻ തന്നെ പറ്റുള്ളൂ അല്ലേ? ഭഗവാനെ സ്തുതിക്കാനും നമസ്കരിക്കാനും അല്ലാണ്ട് സാധാരണക്കാർക്ക് പോയിട്ട് വലിയ വലിയ വിദ്വാൻമാർക്ക് സാധിക്കണില്ല, പിന്നെയല്ലേ സാധാരണക്കാർക്ക്? അപ്പോൾ ഭഗവാനെ സ്തുതിക്കാനും നമസ്കരിക്കാനും മാത്രമാണ് എല്ലാവർക്കും സാധിക്കുള്ളൂ. അവ്യക്തം തേ സ്വരൂപം ദുരധിഗമതമം തത്വശുദ്ധൈകസത്വം വ്യക്തം ചാപ്യേതദേവ സ്ഫുടമൃതരസാംബോധി കല്ലോലതുല്യം സർവോത്കൃഷ്ടാമഭീഷ്ട തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തീം മൂർത്തിം തേ സംശ്രയേഹം പവനപുരപദേ പാഹി മാം കൃഷ്ണരോഗാത്. അവ്യക്തം തേ സ്വരൂപം, അങ്ങയുടെ വ്യക്തമായിട്ടുള്ള രൂപം എനിക്കറിയില്ല ഭഗവാനെ, പിന്നെയല്ലേ അവ്യക്തമായിട്ടുള്ളത്? വ്യക്തമല്ലാത്ത, അവ്യക്തം തേ സ്വരൂപം, വ്യക്തമല്ലാത്ത നിന്തിരുവടിയുടെ സ്വരൂപം, അവതാരങ്ങളെ എനിക്കറിയില്ല. അവതാര സ്വരൂപം കൃഷ്ണനെ കണ്ടവരുണ്ടോ, രാമനെ കണ്ടവരുണ്ടോ? പക്ഷേ ഇവിടെ ഒട്ടും വ്യക്തവുമല്ലാത്ത ആ വിഷ്ണു രൂപത്തിനെ പറ്റി എന്ത് പറയാനാണ്? വ്യക്തമല്ലാത്ത അങ്ങയുടെ ആ സ്വരൂപം ദുരധിഗമതമം, മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് അല്ലേ? ആ കൃഷ്ണാവതാരത്തിലെ കൃഷ്ണൻ്റെ സ്വരൂപത്തിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഭാഗവത്തിലൊക്കെ ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ടെങ്കിലും അത് മനസ്സിൽ തെളിഞ്ഞു നിൽക്കാൻ വലിയ പ്രയാസമാണ്. പിന്നല്ലേ നിഷ്കള രൂപത്തിനെ, അതെങ്ങനെ ഞാൻ മനസ്സിലാക്കും? വളരെ പ്രയാസമാണ്. ശുദ്ധേകസത്വം, ശുദ്ധസത്വമായിട്ടുള്ള ആ നിന്തിരുവേടിയുടെ തദത്തു വ്യക്തം, ആ സ്വരൂപമാവട്ടെ വ്യക്തം. ഏത് സ്വരൂപമാണ്? ഇവിടെ സകല രൂപത്തിലുള്ള ഏത് സ്വരൂപമാണ്? ഗുരുവായൂരിൽ വസിക്കുന്ന ആ ഗുരുവായൂരപ്പൻ്റെ സ്വരൂപത്തില് സാക്ഷാൽ ഭഗവാനെ മനസ്സിലാക്കാൻ പ്രയാസമില്ല. ശുദ്ധ സത്വ സ്വരൂപമാണത്, ശുദ്ധ സത്വമയമായിട്ടുള്ള സ്വരൂപമാണത്. ഭഗവാനെ അങ്ങയുടെ ആ സ്വരൂപത്തിനെ എനിക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സ്ഫുടം ഏതത് ഏവ അമൃത രസാംബോധി കല്ലോല തുല്യം. അതെങ്ങനെയാണ്? വ്യക്തമായിട്ടുള്ള രൂപം അമൃത സമുദ്രത്തിലെ തിരമാലയ്ക്ക് തുല്യമായിട്ടുള്ളതാണ്. ആ ഭഗവാന്റെ വിഷ്ണു രൂപമായിട്ടുള്ളതിനെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഗുരുവായൂരപ്പൻ്റെ സ്വരൂപത്തിന് എനിക്ക് അതാ അമൃതത്തിലെ അമൃതമാകുന്ന സമുദ്രത്തിലെ തിരമാലകളെ മാതിരി എനിക്കിതാ കാണാൻ സാധിക്കണു. ശരിക്കും അതെൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇതാ പ്രകടമായിട്ടുണ്ട്. അത് ആ തിരമാലയ്ക്ക് തുല്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചും കൊണ്ടേയിരിക്കണു. തഥ ഇഹ സർവോത്കൃഷ്ടം അഭീഷ്ടം, അതുകൊണ്ട് ഇവിടെ എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളതും
അഭീഷ്ടം വളരെ മനസ്സിന് ഇഷ്ടമുള്ളതായിട്ടുള്ളതും ഗുണരസേന ഏവ ചിത്തം ഹരന്തീം ഗുണങ്ങളുടെ മാധുര്യം കൊണ്ട് തന്നെ മനസ്സിനെ ഭഗവാന്റെ ആ രൂപം ഭഗവാനിലേക്ക് ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗുണരസേന സത്വഗുണമായിട്ടുള്ളത് അല്ലെ, വിഷ്ണു സ്വരൂപം മുഴുവൻ സത്വഗുണമാണ്. അപ്പം ആ ഗുണരസേന ഏവ ചിത്തം, ആ ഗുണങ്ങളുടെ മാധുര്യം കൊണ്ട് തന്നെ മനസ്സിനെ ഭഗവാൻ തന്നിലേക്ക് ആകർഷിക്കുന്നുണ്ട്. തേ മൂർത്തിയും ആ ഭഗവാനെ അങ്ങയുടെ ആ വിഗ്രഹത്തിനെ അഹം സംശയേ ഞാൻ ശരണം പ്രാപിക്കണു. പവനപുരപദേ കൃഷ്ണ മാ രോഗാത് പാഹി. അല്ലയോ ഗുരുവായൂരപ്പ, അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങ് എന്നെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഇവിടെ 99 ദിവസമായിട്ടും രോഗത്തിന് ഒരു ശാന്തി വന്നിട്ടില്ല. പക്ഷേ എന്നാലും മേൽപ്പത്തൂര് ഭഗവാനോട് ഞാൻ അങ്ങയെ എപ്പോഴും ശരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. രോഗം മാറിയാലും മാറിയില്ലെങ്കിൽ ഇനി അങ്ങയ്ക്കാണ് ഉത്തരവാദിത്തം എന്നുള്ള ഭാവത്തിൽ പറയുകയാണ്. ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്, ഞാൻ അങ്ങോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഈ രോഗം മാറ്റി തരണേ എന്ന്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.